പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോടും കൂടി ഇരുന്ന് കാണാൻ പറയും. സെറ്റ് ചിലപ്പോൾ എനിക്ക് ഒരാളെ കേൾപ്പിക്കുമ്പോൾ ഞാൻ അവരുടെ ടേസ്റ്റും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ചിലപ്പോൾ പാട്ട് കേൾപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. ബട്ട് വെൻ യു കം ടു മഞ്ഞുമൽ ബോയ്സ് ഇസ് എ മ്യൂസിക് ദാറ്റ് ട്രാവൽ ബിയോണ്ട് ബോർഡേഴ്സ്. അതായത് സ്റ്റേറ്റ് വിട്ടൊക്കെ പോയി, നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് നമ്മുടെ കൺമണി അത് മാത്രമല്ല. ഐ ഫീൽ ദ എൻറ്റയർ മൂവി, ദ BGM, ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുമ്പോൾ അതിൽ പല എലമെന്റ്സ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി മ്യൂസിക്. ഒരു ചെറിയൊരു ഒരു വൈബ്രേഷൻ ആവട്ടെ, ഒരു ത്രില്ലിംഗ് മൊമെന്റ് ആവട്ടെ, ഇതൊക്കെ ഒരു സൗണ്ട് സ്കേപ്പ്, എവറിത്തിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അവിടെ BGM എന്ന് പറയുന്ന സാധനത്തിന് ഇതിനേലും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ടു ക്രിയേറ്റ് ദാറ്റ്, അതായത് ഒരു മനുഷ്യന്റെ ഇമോഷനെ വെച്ച് കളിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ചിലപ്പോൾ ആ ആക്ടർ അനങ്ങാണ്ട് നിൽക്കുകയായിരിക്കും, ബട്ട് ദ മ്യൂസിക് വിൽ ജസ്റ്റ് ലിറ്ററലി നമ്മുടെ മനസ്സിനെ പിടിച്ച് ഒലയ്ക്കുന്ന ഒരു സാധനമായിരിക്കും. സോ there are so many movies like Malik avate, Bhishmel oro characters and you had different sound, music, BGM for every character. Mamukiyade pole thanne oro character, Shahinde character, Baside character, Saubinde character, we could connect with those characters. Appam when you make BGM, okay, tell me about how does that happen for you? Enganeyana oru director inde adulla discussion enganeyana, and how does that BGM start in your heart? BGMൽ കൂടുതൽ ഡിസ്കഷൻസ് കുറവാണ്. ലൈക്ക് മോസ്റ്റ്ലി പാട്ടുകൾക്കാണ് ഡിസ്കഷൻസ് ഉണ്ടാകാറുള്ളത്. സ്ക്രിപ്റ്റ് എഴുതിയ പോലെ തന്നെ ബേസിക്കലി അതിൻ്റെ മ്യൂസിക്കൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും നോക്കുന്നത്. അതായത്